കുളത്തൂപ്പുഴയിലെ മണൽക്കലവറയുടെ പ്രവർത്തനം താറുമാറായി. ഉപഭോക്താക്കൾ ദുരിതത്തിൽ. ഇതുമൂലം സർക്കാർ ഖജനാവിൽ എത്തേണ്ട കോടികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായ പ്രാദേശിക പ്രശ്നങ്ങളാണ് മണൽക്കലവറയെ തകർത്തതെന്ന് ആക്ഷേപമുയരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ വൻ മണൽ ശേഖരമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ മണൽ വാരുന്നതിനുള്ള അനുവാദം BSS എന്ന സംഘടനയ്ക്കാണുള്ളത്. മണൽ വാരൽ നിലച്ചതോടെ നൂറുകണക്കിന് തൊഴിലാളികൾക്കും ജോലി നഷ്ടമായിരിക്കുകയാണ്. BSS എന്ന സംഘടനയുടെ പിടിവാശിയാണ് കലവറ പൂട്ടാനുള്ള കാരണമായത് എന്ന് ആരോപണമുണ്ട്. 1992 ഉരുൾപൊട്ടലിലൂടെ ഏകദേശം ഒരു 2 ജില്ലയിലെ വികസന പ്രവർത്തനം നടത്താനുള്ള മണൽ 19 കിലോമീറ്റർ ദൂരത്തിൽ സ്റ്റോക്കുണ്ട്. ഈ മണൽ അടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാർ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും പൈസ അടച്ച് റവന്യൂ റേറ്റ് അനുസരിച്ച് 113 രൂപ വരുമല്ലേ, 113 രൂപയോളം ഒരു ക്യൂബിക് മീറ്ററിന് പൈസ അടച്ച് അതാത് ബന്ധപ്പെട്ട കക്ഷികൾ ഉപഭോക്താവ് നേരിട്ട് മണൽ തൊഴിലുകൂടുള്ള തൊഴിലാളികളെ കൊണ്ട് കയറ്റിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇത് ലേലം ചെയ്യുന്നതിന് ലേലം പോലും ഒഴിവാക്കിയിട്ട് കലവറ മറ്റൊരു വകുപ്പിന്റെ കീഴിലുള്ള കലവറയിലൂടെ ഈ മണൽ ഉപഭോക്താവ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ മണൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടായ നഷ്ടം ഉപഭോക്താവിന് ഏകദേശം 5000-ഓളം രൂപയുടെ നഷ്ടം യഥാർത്ഥത്തിലുണ്ടായിട്ടുണ്ട്. മണൽ കലവറ സജീവമായിരുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ നിന്നും ഭവന നിർമ്മാണത്തിന് പണം ലഭിക്കുന്നവർക്കും BPL കാർഡ് ഉടമകൾക്കും കുറഞ്ഞ നിരക്കിൽ മണൽ ലഭ്യമായിരുന്നു. കലവറയുടെ തകർച്ചയോടുകൂടി മണൽ മാഫിയ മുമ്പത്തേക്കാൾ സജീവമായിരിക്കുകയാണ്. വരാൻ പോകുന്ന വർഷകാലത്തിനു മുൻപായി ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന വൻ മണൽ ശേഖരം മാറ്റിയില്ലെങ്കിൽ സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട കോടികൾ നഷ്ടമാകും. പ്രാദേശിക മണൽ ലോബിയെ സഹായിക്കാനാണ് കുളത്തൂപ്പുഴയിലെ മണൽ കലവറയുടെ പ്രവർത്തനം തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.